ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ടോ? ഇതെങ്ങനെ അറിയാം? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് എപ്പോഴും ചിരിക്കാൻ തോന്നുവാണ്. നിങ്ങളിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ TV കാണുമായിരിക്കും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുമായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചുമ്മാ ചിരി വരികയാണ്, നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് ചിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെക്കുറിച്ച് ആരോ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഷിഫ്റ്റാണ്. അതായത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടം വരികയാണ്. അത് കഴിഞ്ഞ് ഉടനെ നിങ്ങൾക്ക് ദേഷ്യം വരികയാണ്, സങ്കടം വരികയാണ്. ഇങ്ങനെ ഓരോ സമയവും നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെക്കുറിച്ച് ആരോ ചിന്തിക്കുകയാണ് എന്നതാണ്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും നന്നായിട്ട് ചിന്തിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ TV കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ എന്തെങ്കിലും ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗാർഡനിങ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മുഖം മാത്രം എന്ത് കാര്യത്തിനും നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഓർക്കുന്നുമില്ല എങ്കിൽ പോലും ഒരാളുടെ മുഖം എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആരോ നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വപ്നമാണ്. നിങ്ങൾ എന്നും കിടന്നുറങ്ങുമ്പോൾ ഒരാൾ തന്നെ സ്വപ്നം കാണുകയാണ്. അയാളുമായിട്ട് കറങ്ങാൻ പോകുന്നതാവാം, അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നതാകാം, ചിലപ്പോൾ ലൈബ്രറിയിലൊക്കെ ഇരുന്ന് പുസ്തകം വായിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് അയാൾ തരുന്നതാകാം. ഇങ്ങനെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരാളെക്കുറിച്ച് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെക്കുറിച്ച് ആരോ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ ഒരാളെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളുടെ മെസ്സേജോ കോളോ ഒക്കെ വരികയാണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചിട്ടാണോ ആലോചിച്ചുകൊണ്ടിരുന്നത് അവരുടെ മെസ്സേജും കോളൊക്കെ ആയിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരോ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഇതൊക്കെയാണ് ഒരാൾ നമ്മളെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കുകയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.